ഹലോ ഗൈസ്, കണ്ടില്ലേ? ഇവിടെ നല്ല ലൈഫ് സ്റ്റൈൽ സാധനങ്ങളിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാന്ന് ചോദിച്ചാൽ ഇവര് പറയണ പോലെ നല്ല ഭയങ്കര പൈസയും കൂടുതലൊക്കെ. ഞാൻ കേറാൻ ചോദിച്ചു, അകത്ത് കയറ്റി വിടണ്ടേ? അതെ, നമ്മൾ അടുത്ത് വരെ പോയി. നമ്മള് പെണ്ണുമ്പിള്ള വേണ്ട വേണ്ട, അടുത്ത് വരെ പോയി വേണ്ട, അവര് കയറ്റണ്ടേ? ഞാൻ കൊറേ നോക്കി, നമ്മള് പാവങ്ങളുണ്ട്. ഭയങ്കര വെയില, പുറത്തേക്ക് ഇറങ്ങിയ വെയിലാണ്. എന്റെ വണ്ടി ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു. വണ്ടിയുടെ അതേ ഇവരൊക്കെ കണ്ട ഓർമ്മ പത്തിന്ന് ഓടോടാ എല്ലാം ഓടണ്ടല്ലോ. അതെ ഗൈസ്, ഇതാണ് നമ്മുടെ ബൈക്ക്. സാധനം പൊളിസാനല്ലേ, ഡെയിലി വേണ്ട പൊളിസാനാണ്. ഹെൽമെറ്റ് ഒക്കെ ഉണ്ട്, അത് വെച്ചില്ലേ ഫൈനടങ്ങിയത് വരും. അതുകൊണ്ടാണ് നമ്മള് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ആരോടൊക്കെ ഇവിടെ നിൽക്കണ്ടല്ലോ. കാരണം അത് പോയി നോക്കണം, ചിലപ്പോ പണി കിട്ടും. നമുക്ക് ആദ്യം നമ്മളെ വീട്ടിൽ പോകും. നിങ്ങൾ എന്റെ വീട് കണ്ടല്ലോ, അത് വീട്ടിൽ പോന്നിട്ട് ബാക്കിയുള്ള പരിപാടി. തന്നെ ആ സൈഡിൽ നിൽക്കുന്നുണ്ട്. അവ എന്നെ തന്നെ നോക്കിക്കണം. എന്നത് എനിക്കധികം ഇവരുടെ നിൽക്കുന്ന ഒരു താല്പര്യമില്ല. അത് കാരണം ഞാൻ ഉള്ള സമയത്തിന് വീട്ടിൽ പോകണം. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് പിന്നെ അമ്മയുടെ കേൾക്കാൻ നിൽക്കണം. നായത്തിന് കീഴിൽ അപ്പൊ നീ എവിടെയാണെന്നതാ, നീ എവിടെയാണെന്നതാ. ഗൈസ് തുടങ്ങാൻ പറയണം. ഈ സാധനം എന്ത് കണ്ട, ഞാൻ വേണമെങ്കിൽ ഇവിടുന്ന് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ കാണാൻ ഇഷ്ടായി തുടങ്ങി ഗൈസ്. ഇനി അധികം നേരം വൈകണമെങ്കിൽ ഇവിടെ ഏകദേശം ഒരു 4 മണി ആവാറുണ്ട്. പക്ഷെ ഇത്രയും കിടന്ന് ഇരുട്ടായിരുന്നു. 4 മണി സോറി ഇട്ടാ 6 മണി ആവാറുണ്ട്. കണ്ട ഈ ആർക്കേഡീസ് എന്ന് പറഞ്ഞ ആളുകള്, ഇതാണ് ഗൈസ് നമ്മുടെ ഓഫീസ്. ഇതിന് വേറെ ഹെലികോപ്റ്റർ വേണ്ട, നമുക്ക് അവിടെ ഹെൽപ്പാഡൊക്കെ കാണലൊക്കെ കാശ് കൊടുത്ത് മേടിക്കാണ്. ഭയങ്കര ഞാൻ കുറെ അധ്വാനിച്ചു ഗൈസ്. ആദ്യത്തെ ആ വർഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. കുറച്ച് എന്നാലും ഇത്രയും നാളത്തെ എൻ്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ കുറെ കഷ്ടപ്പെട്ടായിരുന്നു ഗൈസ് ഈ ഒരു നിലയിൽ എത്തിപ്പെടാനായിട്ട്. കാരണം ഇപ്പം കുറെ പേരൊക്കെ പണിതുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മൾ പണിത് ഈ ഓഫീസ് അവിടെ പണിതല്ല, നേരെ നമ്മുടെ ഒരു ചെറിയൊരു റൂം എടുക്കുന്നുണ്ട്. നമുക്ക് കാണാം. അതിനു മുമ്പ് ഇത് കാണുന്നതാണ് നമ്മളെ ഈ ആർക്കേഡീസിന് മുമ്പ് ഈ കാണുന്ന ഈ ഫ്ലാറ്റ് ഇട്ടല്ലോ, ഈ ഒരെണ്ണം നമ്മൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ ആരക്കണൊക്കെ പോകുന്നുണ്ട്. വെള്ളം നേരത്തിന് ഹെൽമെറ്റ് എടുത്തിച്ച് പോവാം. വേറെ ഹെൽമെറ്റ് ആട്ടാ, മിനിറ്റിന് പിന്നെ കൂടുതലും ഹെൽമെറ്റ് വന്നുകൊണ്ടിരിക്കും. ഇതൊരു മൊയില് പോണ്. ഇവിടെ മൊയില, സോറി അനിമൽസിനെ ഉപദ്രവിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അത് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റും. നമ്മുടെ നമ്മുടെ ഗ്യാരേജ് വരുന്നത് ഇതുപടിയാണ്. എല്ലാവരുടെ സ്ഥലത്ത് നമ്മൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് പണി കിട്ടും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ ഇവിടെ ഞാൻ ബൈക്ക് പാർക്ക് ചെയ്യാറുള്ളൂ. പക്ഷെ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ഞങ്ങൾ ബൈക്ക് പാർക്ക് ചെയ്യണം. കണ്ടാ ഈ സാധനം കണ്ട, ഇതാണ് നമ്മുടെ നൈറ്റ് ഷാർക്ക്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വണ്ടി. കാരണം ഇതിൻ്റെ ഇടയിൽ മാത്രമേ വെക്കാറുള്ളൂ. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ കാണട്ടാ സിഐഡിങ്സ് എൻ്റെ മുത്തണവൻ. ഇതൊക്കെ ഞാൻ കാശ് കൊടുത്ത് വന്നിട്ടില്ല, എല്ലാം അടിച്ചു മാറ്റി സ്വന്തമാക്കിയ വണ്ടികളാണ്. ഇനി പരിചയിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. പക്ഷെ കുറെ ഒന്നും ഞാൻ ഇത് ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ ട്രാക്ടറും സെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ കുറെ വണ്ടികളൊക്കെ ട്രാക്ടറിന്റെ ബൈക്കുകളല്ല ഞാൻ ട്രാക്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആരടിച്ചാലും എപ്പോഴും എനിക്ക് എവിടെ വന്നപ്പോൾ സാധനം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ബാക്കിയുള്ള കാറുകളിലല്ല നൈറ്റ് ഷാർക്കും കിട്ടാം, വേറെ ഒന്നും കിട്ടില്ല. ഇത് നമ്മുടെ നേരേക്കുള്ള ഫ്ലോറിലുള്ള ലിഫ്റ്റാണ്. വീട്ടിലേക്ക് വേഗത്തും. വീട്ടിലേക്ക് മിക്കവാറും അമ്മ ഉണ്ടാവാവോ വലിയ കാര്യത്തിലൊക്കെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് എത്തിയത്. പക്ഷെ സൗണ്ട് ഒന്നും കേൾക്കാൻ കുറെ നാളായി പൊളിച്ചിട്ട് പൊളിച്ചാലോ. അപ്പൊ ഇതാണ് നമ്മുടെ റൂം. നമ്മൾ ഇതെടുത്തിട്ട് നമ്മൾ ആകെ ഒരാഴ്ച ആയിട്ടുള്ളൂ. ഫ്രഷാണ് കാണാൻ, പൊളിസാനാണ്. കുറച്ച് പൈസ ഇറക്കണ്ടോന്ന് 24 ഇറക്കിയുണ്ട് ഞാൻ. അതെ 24 തോന്നുന്നു. 24 സോറി 5 ലക്ഷത്തിന് അടുത്ത് നമ്മൾ അറിയുന്നുണ്ട് പരിപാടി. നമ്മുടെ നാട്ടിലടാ യൂറോപ്പിനൊക്കെ ഡോളർ കണക്കെന്ന് പറയണം. ഇത്ര ഇറങ്ങേണ്ടതുണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇത് ഇവിടെ നമ്മുടെ വാഷിംഗ് ഏരിയ ആണ്. ഒന്ന് കുളിച്ചാലോ. യെസ്, കുളി കഴിഞ്ഞിട്ട് പറഞ്ഞു എല്ലാം തുടക്കം നല്ലതാവട്ടെ. ഞങ്ങൾ നന്നായിട്ടൊന്ന് കുളിച്ച് കഴിഞ്ഞിട്ടേ. കാരണം ഇന്ന് ഫുള്ള് വെയിലത്ത് കിടന്നിറങ്ങണം. ഓഫീസിൽ ഒന്നും പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. കുറച്ച് സാധനം സെറ്റ്, പുതിയ വീടൊക്കെ എടുത്താറുണ്ടേ. കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും വാങ്ങാനും പിടിക്കാനൊക്കെ പരിപാടികളാണ്. അപ്പൊ നമ്മള് ഇനിയിപ്പോ ഒന്ന് കുളിച്ചിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾ പോയിട്ട് നേരം വയ്യും. നമ്മള് മറ്റേ സ്മോക്കൊക്കെയുള്ള സാധനം കേട്ടാ, പോളിഷ് സാധനം. അപ്പൊ പുതിയ ഡ്രസ്സ് മാറാം. ഇനിയിപ്പോ ഇത് വേണ്ട, ഡ്രസ്സൊക്കെ മാറിയിട്ട് പോവാം. നമ്മുടെ ലോ ബ്യൂട്ടി ഉണ്ട്.
നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. പിന്നെ കുറച്ചതൊക്കെ ഇവിടെ നമ്മുടെ കയ്യിലുണ്ട്, അത്യാവശ്യത്തിന് മാത്രം, അധികമൊന്നുമില്ല. അത്യാവശ്യത്തിന് മാത്രം കുറച്ച് സ്റ്റാൻഡേർഡ്. ഇത് വേണ്ട, ഇത് നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് സാധനമായില്ലേ. നമ്മൾ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ നമുക്ക് വേണ്ടി പേടിച്ചു പോയി. ഞാൻ പക്ഷെ അമ്മ വന്നോളൂ ഗൈസ്. എന്റെ പഠനകാലത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന എല്ലാ പുസ്തകങ്ങളും എന്റെ ബിസിനസ് സാമ്രാജ്യത്തെ ഞാൻ കെട്ടിപ്പൊക്കാനായിട്ട് വായിച്ചു തീർത്ത പുസ്തകങ്ങളാണ്. സോറി, ആൾക്കാർ കണ്ടോട്ടിന്ന് വെച്ച് വാങ്ങിച്ചു വെച്ച പുസ്തകങ്ങളാണ്. ദേശത്തൊക്കെ വെള്ളിക്ക് അമ്മ അവിടെ പോയി. അമ്മേ അമ്മേ ഹൈ ഹൈ, അമ്മേ അമ്മേ. ഈ തള്ളത് അവിടെ പോയി. പുറത്തേക്ക് ചാടാന്ന് വിചാരിക്കണ്ട, കയറാൻ പറ്റില്ല, ഗ്ലാസ് ആണ് ഈ കാണുന്നത്. നമ്മുടെ ഇവിടെ നോക്കിയാല് നമുക്ക് നമ്മുടെ ഓഫീസ് കാണണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടി നമ്മൾ സാധനം കഴിയും. പക്ഷെ ഈ സൈഡിൽ കൂടെ നോക്കേണ്ടി വരും, അവിടെയാണ് ഓഫീസ്. ബ്യൂട്ടിഫുൾ പ്ലേയേഴ്സോ ഇതൊന്നും എനിക്കറിയില്ല ഗൈസ്. അങ്ങനെ നമ്മുടെ ഇവിടെ നോക്കി കാണാൻ പറ്റൂട്ടോ, ഞാൻ കാണിച്ചേട്ടാ. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങളാണ്. ഇതിനകത്ത് വഴി നമ്മൾ ഒത്തിരി പൈസ പോകാനുള്ള സാധനമില്ലല്ലോ, പോയില്ല. ഇതിൽ കൂടെ വേണമെങ്കിൽ നോക്കി കാണിച്ചെടുത്ത ടെലിസ്കോപ്പ്. നിങ്ങൾ അധികം പരിചയമില്ലായിരിക്കും, ഞാൻ കാണിച്ചു തരാം കേട്ടോ. വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒളിഞ്ഞു നോക്കാൻ പറ്റും. എല്ലാ വീടുകളിലും ജനക്കോടെ ഓരോരോ പ്രത്യേകത പറഞ്ഞേ. ഈ ലൈറ്റ് ഇട്ട് തുടങ്ങിയിട്ട് പല വീട്ടില് ഇരുട്ടായി അവിടെ ഒത്തം വരുന്നു. നമ്മളങ്ങനെ ബാക്കിയുള്ളൊരു വീട്ടിൽ ഇങ്ങനെ എത്തി നോക്കുന്നത് ശരിയല്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് എക്സിറ്റ് അടിക്കാം. പിന്നെ നമുക്ക് പോകേണ്ട പരിപാടി കൊണ്ട് അയ്യോ ഇതിപ്പോ ശരിയാ, വൈകുന്നേരം എടുക്കാം. അമ്മ ഉണ്ടാക്കി വെച്ചിട്ടാ. സ്ത്രീ ശക്തിക്ക് പോയിക്കാൻ തോന്നുന്നു അമ്മ. എന്തിട്ട് കൈപ്പരസാണ് വെച്ചിട്ട് അടക്കാൻ പറ്റും. എന്തൊരു സാധനം പൊളിക്കാം. പൊളിക്കല്ല, ജോലി കൊണ്ടേ പൊളിച്ചില്ല. ഞാൻ പുറത്തു പോകണം, അപ്പാർട്ട്മെന്റിൽ പോകണം, ഗ്യാരേജിൽ പോകണം. അപ്പാർട്ട്മെന്റ് അടിക്കണ്ട, ഗ്യാരേജിൽ പോയിട്ട് വണ്ടി എടുത്തിട്ടുള്ളൂ. അതെ, നടക്കാവുന്ന ദൂരം കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഒരു സാധനം എക്സ്പോർട്ട് ചെയ്യാണ്ട്, ഒരു കാർക്ക് എക്സ്പോർട്ട് ചെയ്യാണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിട്ട് വേണം പോകാനായിട്ട്. ആദ്യം നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കണം. ഏത് വണ്ടി എടുക്കണ്ട? ഷാർക്ക് എടുക്കണം. ഒരു പേര് കാരണം ഇപ്പൊ എത്ര പേരുണ്ടോന്ന് അറിയില്ല, കുറെ പേര് ഇപ്പൊ ഇങ്ങനെ അറിയിട്ടുണ്ടെങ്കിൽ. നമുക്ക് ആദ്യം വണ്ടി എടുത്തിട്ട് പോവാം. ഹെൽമെറ്റ് വെക്കില്ല, ഹെൽമെറ്റ് വെച്ചാൽ ശരിയാവില്ല. എയറിൽ നിന്നൊക്കെയാണ് ഹെൽമെറ്റ് എടുത്ത് വയ്ക്കുന്നത്. അയ്യോ 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 അയ്യോ, ഇരുട്ടായി. അമ്മ ഇതെവിടെ പോയോ? ശ്രീശക്തിയിൽ പോയിട്ട് വന്നിട്ട് ആകെ 46,600 വരികയുള്ളൂ. ഒരു ഇത് നമുക്ക് ഇടക്കിടയ്ക്ക് വിളിച്ച് എല്ലായിടത്തും ഭയങ്കര ഇരുട്ടായി, കാരണം കാണുന്നില്ല. ഇതാണ് നമ്മുടെ ഓഫീസ്. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ഓഫീസ് വാങ്ങിയിട്ടതാണ്. ഇവിടെ ഓൾറെഡി ഓഫീസിൽ വേറെ അടുത്തിന് കൂടി കയറിയിട്ടുണ്ട്. നമ്മുടെ ഓഫീസിലുള്ള അവകാശം വാങ്ങിയാണ് നിങ്ങളുടെ ബസ് ഓഫീസ്. ആളുടെ ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ അടിച്ചു വെക്കാൻ മുടിയാണ് കയറ്റം അറിയില്ല, അറിയില്ല. എൻ്റെ റിയർ ഓഫീസ് നമ്മളില്ല. എന്നെ പോലീസാണല്ലേ. ഇതിന്റെ ഉള്ളിലൊക്കെ ഒരു ഓഫീസ് വാങ്ങാൻ എന്താ പൈസ എന്നറിയും. നമ്മൾ 25ാം ഫ്ലോറിലാണ് നമ്മുടെ പരിപാടി വരുന്നത്. ഇതാണ് നമ്മുടെ ഓഫീസ്. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പേരും കൂടിയാട്ടോ, ഹക്കിൾബറി. ഇതാണ് എൻ്റെ ഓഫീസിന്റെ പേര്. ഒരു സൈനികര് തമ്മിലുള്ള ഒരു ആഗ്രഹം, അതായത് നല്ല ബെസ്റ്റ് സുഹൃത്തുക്കള് ആയിരിക്കുന്നവർക്ക് ഇടാൻ പറ്റിയൊരു പേരാണ് ഹക്കിൾബറി എന്ന് പറയുന്നത്. നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ ഒരു ന്യൂസ് പേപ്പറിൽ ആദ്യമായിട്ട് കാണുന്നത്. അതായത് 2 സൈനികര് തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പ് ഒക്കെയാണ് ഇതിനെ പറയുന്നത് ഹക്കിൾബറി എന്ന് പറയുന്നത്. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നാണ് പറയാം. ഹക്കിൾബറി പോലെ ആയിരിക്കാം എന്നാണ് പറയാം. ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ഇട്ടാണ് ഹക്കിൾബറി എന്നുള്ള പേര്. എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട ഒരു പേരാണ്. എന്തൊക്കെ ചോദിക്കുന്നത്? ചൊറിഞ്ഞോളിയാണ്. കുളിച്ചിട്ട് വന്നോട്ടെ നിങ്ങൾക്കൊക്കെ. അതെ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഓക്കെ, എക്സ്പോർട്ട് മിക്സർ ഗുഡ്സ്. സമയം 14 മിനിറ്റിനുള്ളിൽ സാധനം അവിടെ എത്തിക്കണം. അപ്പൊ ഗൈസ്, നമ്മുടെ ആദ്യത്തെ ഡെലിവറിക്ക് പോകണം. ഡെലിവറി ഉദ്ദേശിച്ച് നമുക്ക് നമ്മുടെ ഗ്യാരേജ് ഉണ്ട്, ഗ്യാരേജ് വേറെ ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ട് വേണം നമുക്ക് ഈ ഗുഡ്സ് നമ്മൾ അവിടെ സാധനം എത്തിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ ലോറിയിൽ സാധനം ചെയ്യണ്ടാവും കൊണ്ട് അവിടെ സാധനങ്ങൾ എത്തിക്കണം. അപ്പൊ അതിനുള്ള പോക്കാണ്. വണ്ടി എവിടെയാണ്? ഇത് വെള്ളന്റെ വണ്ടിയാണ്, നമ്മുടെ വണ്ടി എവിടെയാണ്? വിളിക്കുന്നുണ്ട് ഇപ്പൊ എന്റെ അസിസ്റ്റന്റാ. 20 അയ്യോ 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 ഗൈസ്, പെട്ടുപോയി.
ഇതാണ് പെണ്ണുങ്ങള് വിളിച്ചനെ വഴി തെറ്റെന്ന് പറയുന്നത്. നേരെ വീണ്ടും ദൈവം ഒന്ന് തുറന്നു. ഐ ചിരിച്ചു വന്നിക്കണോടാ, ചിരിച്ചു പോട്ടെ ചേട്ടാ, സമയായി. ഗ്രൗണ്ട് വേമ്പോട്ടെ അറിയാണ്ട് തിരിച്ചു കയറിയതാണ്. തുടക്കം തന്നെ അവിടെ ആയില്ലോ ദൈവമേ. താഴേക്ക് പോട്ടെ വഴി തെറ്റിപ്പോയി. വണ്ടി എടുക്കാൻ വന്നതാണ്. വീണ്ടും ഒട്ടേക്ക് കയറിയ പിന്നെ ഓട്ടോമാറ്റിക് പിന്നെ അവിടെ പോയി കിടക്കും. കളക്ട് മിക്സർ പിടിച്ചു വേഗം വണ്ടി എടുക്കും. നിങ്ങളുടെ സൗണ്ട് കേൾക്കണ്ട്. എവിടെ കൂട്ടിക്കിടക്കും, നിന്നെ എവിടെയും അടി നടക്കുന്നത് കാണാം. മഴ വന്നു തോന്നി. ഇരുട്ടാണ്. എന്റെ പ്രോഗ്രാം നോക്കാം. കുറച്ച് ദിവസമായി കടയൊക്കെ കാണിക്കണം. നമുക്ക് വേണമെങ്കിൽ ഇന്ന് നമുക്ക് കടന്നു തിരിയാം. ഞാൻ പല ദിവസങ്ങൾ പല വഴിക്കാണ് പോവാറ്. ഇതാര് ഗൈ അവനോട് വണ്ടി നിർത്തി. എനിക്ക് പേടിയാവുന്നുണ്ട്. കുഴപ്പമില്ല, ഞാൻ ഈ വഴിക്കാനെ പോവാം. അങ്ങനെ ബെസ്റ്റ് കാരണം ഞാൻ കറക്റ്റന്നെ പോണേ. ഏതോ ഒരു വേട്ടവിടിയാണ്. ഹെൽമെറ്റ് വെച്ചിട്ട് പോലീസ് പിടിക്കായിരുന്നു വിചാരിച്ചു. ചേട്ടാ ചോപ്പയാന്നറിയാം, ഞാൻ പോവാണ്, സമയമില്ല, വണ്ടി എടുത്ത് അവിടെ എത്തിക്കണം. 15 ചോപ്പ. നിന്നെ ഫൈൻ അടച്ച് മുടിയെന്നതാണ്. വണ്ടി എടുക്കട്ടെ. ഇതാണ് എന്റെ ഗ്യാരേജ്. അല്ല ഗൈസ്, ഇതിന്റെ അകത്തൊരു അസിസ്റ്റന്റ് ഉണ്ട്. ഇവിടെ കാരണം കൊണ്ടാണ് ഇവിടുത്തെ പണി കൊടുക്കാം. ഇത് നമ്മുടെ ഗുഡ്സ് ഒക്കെ നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുന്ന ഒരു ഗ്യാരേജ് ആണ് നമ്മുടെ. ഇത് ലൂപ്പാണ് എന്റെ അസിസ്റ്റന്റ്. അതാ ഇത് സംഭവങ്ങളാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് ഇറക്കിയ ഇമ്പോർട്ട് ചെയ്തതാണ്. ഒരു പണി കൊടുക്കാം. അതെ ലൂപ്പാണെങ്കിൽ പോയിട്ടേ കുറച്ച് സ്പെഷ്യൽ കാർഡ് അവിടെ നമുക്ക് ഒരുമിച്ച് എക്സ്പോർട്ട് ചെയ്യാം. 7500 എക്സിറ്റ്. പുറത്തു പോകൂ, വേഗം പോകൂ എന്റെ മലയാളി. എവിടെയാ പാണ്ടിലോ തപ്പന്തിട്ടും പഞ്ചാതി തപ്പന്തും നഷ്ടപ്പെട്ടം കത്തിപ്പാടുന്നേ. കണ്ടില്ലേ, ഒഫീഷ്യൽ സൂട്ടിൽ പോണത് പാണ്ടിലോട് ഓടിയാണെന്ന് ആരെയും പറഞ്ഞു. ചേട്ടാ വണ്ടി കത്തി. ഞാനുള്ള പ്രോ വണ്ടി വളർത്തിയതുണ്ടാവും. നമ്മുടെ നാട്ടിലിറങ്ങിയാലും പറ്റുമോ? എത്ര നാളായെന്നറിയാം. ഞാൻ എത്രങ്ങി പാണ്ടിലോട് ഓടിച്ചെത്തിയതാ. ഇതൊന്നും നമുക്ക് പുല്ലാണ്. കാരണം നമ്മൾ ഇതിനെല്ലാത്തിനും നമ്മൾ കൂടി എല്ലാ ദിവസവും വൈകുന്നേരം പൈസ അടിക്കും. നമുക്ക് സമാധാനം. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ബസ് ടൈം ഒരു മെയിന് 11 മിനിറ്റും 14 നിമിഷം. ഇതിനുള്ള നമ്മുടെ സാധനം അവിടെ എത്തിക്കണമെങ്കിൽ നഷ്ടം ഉണ്ടാകുമ്പോൾ അത് ചില്ലറ പൈസ ഞാൻ മേടിച്ചേ. 50,000 മുതൽ 1,00,000 രൂപ നമുക്ക് ഏകദേശം ഇവിടെ എക്സ്പോർട്ട് കിട്ടാം. ഈ സാധനം കൊണ്ടെത്തിയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലില്ല. ചില സമയത്ത് ചില തുറപ്പന്മാര് വരും. ഇവന്മാര് വന്നു കഴിഞ്ഞിട്ടെങ്കിൽ ഇവന്മാര് ഷൂട്ട് ചെയ്ത് നമ്മുടെ സാധനം തകർക്കും. ഏത് സമയത്താണ് ആരെത്താൻ അറിയില്ല. അവരെങ്ങാനും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള പൈസ നമ്മൾ മുടക്കിയതിന് വേണ്ടി നമ്മൾ ഇറക്കി പൈസ ഒക്കെ നഷ്ടമാകും. എന്തോടുള്ള സമയത്ത് നമ്മൾ അവിടെ എത്തിക്കണം. ഇനി ഈ വഴിയൊക്കെ എനിക്ക് ഏകദേശം ഇപ്പൊ പരിചയമായി. കാരണം ഞാനിപ്പോ ചെറുപ്പത്തിലെ തുടങ്ങിയ പരിപാടി ഇപ്പൊ എത്ര വർഷമായി അറിയുക സാധനത്തിന് വേണ്ടിയിട്ട് നമ്മള്. അത് കാരണം നമുക്ക് ഇനിയിപ്പോ വഴി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ചില സമയത്ത് മാപ്പ് ഇല്ലാണ്ട് പറ്റില്ല. ഈ നമ്മുടെ ദുബായ് റോഡുകളൊക്കെ പറ്റത്തില്ല. വളച്ചിട്ടുണ്ടായിരുന്നു മാറി പോകത്തില്ലാത്ത പയ്യനെ ഇടിച്ചു ഭാഗ്യം. ചിലപ്പോ അവരങ്ങനെ ഇറങ്ങി തീർന്നു. ചിലട്ടുണ്ട് ഇടിച്ച് നമ്മളെ സൂപ്പ പോകും. കഴിഞ്ഞ ദിവസം ഒരു ഇടി കിട്ടി എന്റെ ഗൈസേ. എന്റെ ഗൊയ്സ് മണി പോയി. ശരിയാവില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഡെപ്ലോയ് ചെയ്ത എഴുതിയില്ല. ഇല്ല അതിന് ഫുള്ള് മേൽപ്പാലല്ലേ. ഇവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ നിർത്തിയിടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് പറ്റി പറഞ്ഞ 10 മിനിറ്റ് ഇത് മാറ്റി അവർ 50 മിനിറ്റ് തരേണ്ടി വരും. കാരണം ഇവിടുത്തെ ഓരോ ഇതും ക്രോസ് ചെയ്ത് അപ്പത്തേക്ക് എത്തിക്കണമെന്ന്. ഇങ്ങനെ തന്നെ പോകാൻ പറ്റുള്ളൂ. വേറെ വഴിയൊന്നുമില്ല. ഇനി നമുക്ക് ലെഫ്റ്റ് എടുക്കേണ്ടത്. ലെഫ്റ്റ് ഇങ്ങോട്ട് ഇന്നും ഏതില്ല പോകുന്നത്. വേറെ എല്ലാ ദിവസവും രാത്രി നമുക്ക് കുറെ ഉണ്ടാവുന്നുണ്ട്. എടാ സോറി തരാം. പെയിന്റ് പോയ പൈസ തരാം പോരെ. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോണ്ടല്ലോ ഒരു കുറച്ച് ടീംസ് ഉണ്ട്. നമ്മൾ ഈ സാധനം ഇറക്കണത് ഇവിടെ എവിടെയാണ് ഇൻഫർമേഷൻ കിട്ടണമെന്ന് അറിയുന്നത്. സാധനം മരിച്ചു ചുറ്റും വേടി വെച്ച്
നമുക്ക് ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താണ് പോകേണ്ടത്. സോറി, റൈറ്റ് എടുത്താണ് പോകേണ്ടത്. നമ്മൾ ലെഫ്റ്റ് എടുത്തേ പോകുന്നു. കാരണം നമ്മൾ മലയാളികൾക്ക് എപ്പോഴും ഷോർട്ട് കട്ട് ഇല്ലാത്തൊരു പരിപാടി. എല്ലാവരും എന്റെ കാര്യം അമ്മാനാണ്. ഇത് കുറച്ച് ലൈറ്റ്. യെസ്, ഇതാണ് നമ്മൾ കണ്ടെയ്നർ ഷിപ്മെന്റ്. ഇത് വല്ലാർപ്പാടം ഒന്നല്ല കേട്ടോ, ഇത് ഇവിടുത്തെ ഒരു ഷിപ്പ് യാർഡാണ്. ഇവിടെ നമ്മൾ ഈ കാണുന്ന സാധനം പറയാൻ എന്തെങ്കിലും കണ്ടിട്ടില്ലല്ലേ? ഞാൻ കുറച്ചുകൂടി വെടിച്ചത് കൊണ്ട് നിർത്താം. ഈ ലോഡ് നമ്മളിതേ ഇവിടെ കൊണ്ടുവന്നവർ പറഞ്ഞ സ്ഥലത്തെടുക്കും. പിന്നെ നമുക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റി. കാണിച്ചു തരാൻ പറ്റില്ല, കാരണം അമ്മമാരെങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇതേ നമ്മൾ കേറ്റാണ് ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഷിപ്പ്, സോറി ഫസ്റ്റ് കാർഗോ ഗൈസ്. അപ്പ ഈ പടാവുണ്ട് സമാധാനായി. അമ്മോ, 50,000 രൂപ, ഇനി 1,00,000 രൂപ ഇല്ല, 50,000 രൂപ. 32. ഞാൻ സെക്രട്ടറിനെ ഒന്ന് വിളിച്ചോക്കട്ടെ. മാനേജ് റിക്വസ്റ്റ് പേഴ്സൺ നോക്കി എൻ്റെ അവിടെയുള്ള വണ്ടി ഒന്നും എടുത്തെത്തിച്ചാളാ പ്ലീസ്. ആരെങ്കിലും എത്തിച്ചാണ്ട് പ്ലീസ്. പെട്ടെന്നുള്ള സാധനങ്ങൾ ഇവിടെ എത്തിക്കാം. എൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമാണ്. Luke will notify you when any additional mixed goods are available for delivery from your place. Okay guys, അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. അതെ, നമുക്ക് ഇങ്ങനെയൊക്കെ അറിയുമ്പോൾ മാപ്പ് നോക്കിയാലും പോകേണ്ട പഴയ ഇങ്ങോട്ട് വരാറെങ്കിൽ അങ്ങോട്ട് പോയപ്പോഴും വഴി കിട്ടും. എന്നിട്ടാണോ നമ്മൾ തൃശ്ശൂർ റൗണ്ടിലെ വന്ന് പേടിയുന്നു. ഇതാണ് നമ്മുടെ ഗാരേജ്. അടുത്തത് നമ്മുടെ വണ്ടിയുടെ കട. വണ്ടികളൊക്കെ നമ്മൾ go to Paul's Closure Maze Bank of going to purchase a variety of properties. നമുക്ക് കുറച്ച് സ്ഥലങ്ങളിൽ പോവാനുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഇവിടെ പറഞ്ഞത് ചേട്ടനോട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ ടൈറ്റ് ശരി. എന്നിട്ട് ഞാൻ നേരിട്ട് അടുത്ത പ്രാവശ്യം കാണട്ടെ. സോറി നമ്മളൊരു തന്നിട്ട് നിങ്ങൾ പൊക്കോ. അത് നേരെ ആരിട്ട് പോണ സംഭവം ഇല്ലേ? അതായത് നമ്മുടെ ഫ്രണ്ട് ഇവിടെ കാണാൻ പറ്റും, മാപ്പിൽ കാണില്ലേ ഒരു വെള്ള സാധനം കൊടുക്കും. അത് നമ്മളെ പോലത്തെ ഒരു മനുഷ്യനാണ്. മറ്റൊക്കെ ചിലതൊക്കെ ബോട്ടുകളൊക്കെയാ. ആ വെള്ള സാധനം പോണത് മനുഷ്യരാണ്, സൂക്ഷിക്കണം. മൃഗങ്ങളെ നമ്മൾ പേടിക്കണ്ട, ബോട്ടുകളെ നമ്മൾ പേടിക്കണ്ട, മനുഷ്യരെ നമ്മൾ പേടിക്കണം. തന്നെ അവർ ആക്രമിക്കാൻ കഴിച്ച് എനിക്ക് ആക്രമണത്തിനോട് ഒന്നും താല്പര്യമില്ല. നമ്മൾ പണ്ടേ നമ്മുടെ വീടിയുടെ മണയും കാട്ടുന്ന അപ്പൊ തന്നെ 30 ടീംസാണ്. പിന്നെ നമുക്ക് പറ്റും അവനും പോകുന്നത് നമ്മുടെ സ്ഥലത്തേക്ക് തന്നെയാണോ ഇങ്ങോട്ടാണോ ഇനി എന്റെ കാര്യം ചെയ്യാനാണോ വണ്ടി കയറിയും കൊടുക്കാനാണോ പെട്ടെന്നാണ് ഞാൻ കൊടുത്തോളാം. ചേട്ടൻ കാറുള്ള കാറിന്റെ ബിസിനസ്, നമുക്ക് ബൈക്കിന്റെ ബിസിനസ് മാത്രമേ ഉള്ളൂ. കണ്ണും കാണാറില്ല, ഇനി ഉറക്കം വന്നിട്ട് കാണില്ല. വൈകുന്നേരം ചേട്ടൻ എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ ഇവിടെ കടയിലോട്ട് എന്തെങ്കിലും സാധനം മേടിക്കാറ്. ഏതാ അവിടെ എന്തൊക്കെ പരിപാടി ഇറങ്ങിട്ടാ ഗൈസ്. ചോന്ന സാധനങ്ങളുടെ കാണില്ലേ, അതിനൊരടത്തുണ്ട്. അങ്ങനെ കണ്ടെന്നേ അവന്റെ മേലാരും ബൗണ്ട് അടിച്ചിട്ട് ഇവിടേക്ക് നമ്മുടെ മുന്നിൽ നിന്നത് തിരിച്ചു വന്നിട്ടാ കുഷിക്കാൻ തേമേ അമ്മേ പേടിച്ചു പോയി. ശ്രദ്ധിച്ചില്ല. നമുക്ക് ഇങ്ങോട്ട് പോകും. അങ്ങോട്ട് വഴിയാണിങ്ങനെ എന്റെ കാരിയിലുള്ള വഴിയാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് മാത്രം കയറാറുള്ളൂ ബൈക്ക് കൊണ്ട്. കാണന്തൊക്കെ നമ്മള് പൊന്നും കളിക്കാക്കിയ സാധനങ്ങളാണ്. ഇതില് എന്റെ ഫേവറേറ്റ് ഇവനാണ്, നിങ്ങൾ കാണാൻ പച്ച. ഇവന് ഞാൻ ഈ അടുത്തിറങ്ങിയതാണ്. പോളീസാണ്. ഇവന്റെ സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ രക്ഷില്ലേ. ഇപ്പൊ എടുക്കണല്ലേ എന്റെടാ വണ്ടികൾ വല്ലതും വന്നണ്ട പണിയാൻ? പണിയാൻ വല്ല വണ്ടികൾ വന്നണ്ടാ? ഏത് ആ വണ്ടിയാ? എന്തിനാ പ്രശ്നം നോക്കട്ടെ. നിന്നൊക്കെ ഇവിടെ പണിക്കെടുത്തിട്ട് ഞാനാണ് പണിയെടുക്കണേ. ഈ മുതലാളിമാരായാലുള്ളൊരു കുഴപ്പം. ഇത് വേണമെങ്കിൽ വാങ്ങാതെ ലൈസാണോ പോലീസാണ്. എത്രയാണോ അങ്ങനെ ആദ്യം ക്ലെയിം ചെയ്യാം. സർവീസ് ഓഫർ ഇനി കളറൊന്നും മാറ്റാം. ഫിൽറ്റർ ബ്രൗൺ തപ്പി ഞാൻ ഒരു പരിപാടി. ഫിൽറ്റർ ബ്രൗൺ, ഫിൽറ്റർ ചോക്ലേറ്റ് ബ്രൗൺ ഉണ്ട്. ഫിൽറ്റർ ബ്രൗൺ എങ്ങനെയുണ്ട്? ടർബോ ഇവന് വേണ്ട സാധനങ്ങൾ വാടിയിൽ കുറിപ്പ് തന്നിട്ട് പോയിക്കണേ. ടർബോ സൗണ്ട് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത്
എന്നിട്ട് എൻജിന്റെ ട്യൂൺ മാറ്റണം പറഞ്ഞിട്ട് EMF എത്ര ചെയ്യണോ ലെവൽ 1 പിന്നെ ട്രാൻസ്മിഷൻ സ്ട്രീറ്റ് ട്രാൻസ്മിഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് ഈസ്റ്റർ ബോഡി വർക്ക് അപ്ഡേറ്റ്സ്. ബോഡി വർക്ക് വേണ്ട ലൈറ്റ് വെയിറ്റ് സീറ്റ് മാറ്റണം. ലൈറ്റ് വെയിറ്റ് സീറ്റ് ആകണം. കൊണ്ടുപോകേണ്ട ഒരു ഇല്ല. ഇനി അടുത്തത് കൊണ്ടിട്ടാ എക്സ്പോസ്റ്റ് GP എക്സ്പോസ്റ്റ് ഇപ്പോൾ പോകണ അത് GP എക്സ്പോസ്റ്റ് ആക്കണം. ഓക്കെ. പിന്നെ അടുത്ത മറ്റേ റെയർ മഡ് ഗാർഡ്സ് മാറ്റാനാണ് ഈ ഉദ്ദേശിക്കുന്നത്. ബാക്കിന് വേണ്ടിയില്ല. ബാക്കിലെ മഡ് ഗാർഡ് ഏതാ റെയർ മഡ് ഗാർഡ്സ് റിമൂവ് പ്ലേറ്റ് ഹോൾഡർ. ഇത് വേണ്ട റിമൂവ് പ്ലേറ്റ് ഹോൾഡർ. ഓക്കെ. പിന്നെ എന്നിട്ടാ വീൽസ് മാറ്റണം. വീൽസ് ഒരു പുത്ത സാധനമല്ലേ ഇതിന്റെ പ്രാന്താട്ടാ. ഏതാ ഐസ് ഷീൽഡ് വേണം. ഓരോ പറഞ്ഞു തരാട്ടോ. ഇതാണ് തന്നെ ഭംഗിയൊക്കെ ബുദ്ധിയാവേദന. കാശ് 10,000 എന്റെ പോയി. കാശ് വാങ്ങാൻ ചേർന്നു. ഡൽഹിയിലൊക്കെ പോയിട്ട് വണ്ടി അവിടെ കൊണ്ടുപോയി കൊടുക്കണം. എത്ര നേരം പിടിക്കും. ഇവന്മാർക്ക് രാവിലെ കൊണ്ടുപോകണം. വൈകുന്നേരം കട അടയ്ക്കണ നേരത്തന്നെ വരത്തുള്ളൂ. ഇതെങ്ങാനും അടിച്ചെങ്ങാനും പോയി ചേട്ടാ. സോറി. വണ്ടി തട്ടി കഴിഞ്ഞാൽ പൈസ ഇല്ലാന്നേ. ചെറുതായിട്ടും തട്ടിയാൽ മതി. അപ്പൊ തുടങ്ങും. ആരോ ഒരുത്തൻ എനിക്ക് നമ്മളെ ആൾക്കാർ മനുഷ്യന്മാർ പോണം എന്തെങ്കിലും പൈസ സത്യം പറഞ്ഞ പേര്. ഒന്നാമത്തെ കാര്യം കണ്ണ് കാണല്ലേ. അതിന്റെ ഒപ്പം ഇത് ഏത് പുരാമിലാണ് പോകാൻ പേര് വെച്ചേക്കണം. എന്റെ വീട്ടിലേക്ക് പോകണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തല്ല, കുറച്ചും കൂടെ അടുത്താണ്. അടിയിലെ ആൾക്കാരൊക്കെ മരിച്ചടക്കുന്നത് കാണാൻ പറ്റും. പേടിയായിട്ട് കാണാം. ഡെലിവറത്ത അയ്യോ തെറ്റിപ്പോയി. ഇവിടെ സിംഹം ഇവിടെ കാണാറുള്ള വഴി. വീടല്ല വീണ് കഴിഞ്ഞാൽ കാശ് കിട്ടില്ല. വീട് കിട്ടിക്കുള്ള കാരണം സംഭവം ഈ സാധനങ്ങളാണ് നമ്മൾ ഇറക്കാനായിട്ട് അവൻ ഉദ്ദേശിച്ച സാധനം. അങ്ങനെ കൊടുത്ത് ഓക്കെ. കാശ് തന്നോട്ടാ. ഞാൻ 10,000 ഇറക്കിയിട്ടുണ്ട്. നീ പൈസ തന്നോടോ. 60 രൂപ. അതുകൊണ്ട് 60 രൂപ മുട്ടി കൈസ് പൊളി. അയ്യോ, കുറച്ചു നേരം ഞാൻ റെസ്റ്റ് എടുത്താലോ. ഇന്നത്തേക്കുള്ളതും മതിയായി. പിന്നെ കുറച്ചു നേരം നമുക്ക് റെസ്റ്റ് എടുക്കാം. യെസ്.